എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫിസിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലൊന്നാണ് ബലം, ദ്രവബലങ്ങൾ, അതുപോലെ തന്നെ വിവിധതരം ബലങ്ങൾ. ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിലെ ബലം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ അതുപോലെ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. അപ്പോൾ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാനോ ഇപ്പം നേർരേഖയിലൂടെ സമചലനത്തിൽ പോകുന്ന വസ്തുവിൻ്റെ ആ ചലന ദിശയ്ക്ക് മാറ്റം വരുത്താനൊക്കെ നമ്മൾ ഉളവാക്കുന്നത് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് ബലം. അതാണ് ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. ഇങ്ങനെയുള്ള ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അങ്ങനെ ഈ വിവിധതരം ബലങ്ങളാണ് ഇനി നമ്മൾ പറയണത്. അതായത് ഒന്ന് സമ്പർക്ക ബലം, അതായത് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം എന്ന് പറയും. അപ്പോൾ വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. അതിന് എക്സാമ്പിളാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്, പിന്നെ ട്രോളി തള്ളുന്നത്, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട് പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നത്. ഇതൊക്കെ സമ്പർക്ക ബലത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി സമ്പർക്കരഹിത ബലമുണ്ട്. അതായത് വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ദാറ്റ് ഇസ് എ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയും. അതിന് ഉദാഹരണങ്ങളാണ് ഗുരുത്വാകർഷണ ബലം, അതുപോലെ കാന്തിക ബലം, അതുപോലെ മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്കെയില് ചെറിയ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നത്, അതുപോലെ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമ്പർക്കരഹിത ബലമാണ്. ഇനി മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബലമുണ്ട്. ആ ബലമാണ് പേശി ബലം എന്ന് പറയും. മനുഷ്യരും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലമാണ് പേശി ബലം. ഇനിയുണ്ട് സ്ഥിത വൈദ്യുത ബലമുണ്ട്. സ്ഥിത വൈദ്യുത ബലം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മുടിയിലുരസിയ പ്ലാസ്റ്റിക് സ്കെയില് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്ന ബലം ഏതാണെന്ന് വെച്ചാൽ അത് സ്ഥിത വൈദ്യുത ബലത്തിനും ഉദാഹരണമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലത്തെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് യാന്ത്രിക ബലം എന്ന് പറയും. ഇനി ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് വെച്ചാൽ അത് ഗുരുത്വാകർഷണ ബലവും, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം അണുകേന്ദ്ര ബലവുമാണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം അണുകേന്ദ്ര ബലം, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് വെച്ചാൽ അത് ഗുരുത്വാകർഷണ ബലമാണ്. ഇനി മറ്റൊരു ബലമുണ്ട് കർഷണ ബലം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മീതെ കൂടി അതിനെ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയുടെ സ്പർശന തലങ്ങൾക്കിടയ്ക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ബലം ഉണ്ടാകും. ആ ബലത്തെ വിളിക്കുന്ന പേരാണ് കർഷണ ബലം എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ കർഷണം കൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട്, കർഷണം കൊണ്ട് ദോഷങ്ങളുണ്ട്. നിങ്ങളുടെ കർഷണം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് വസ്തുക്കളെ മുറുകെ പിടിക്കാൻ സഹായിക്കും, അതുപോലെ നമ്മെ നടക്കാൻ സഹായിക്കുന്നത്, അന്തരീക്ഷവായുവിൻ്റെ കർഷണം ഉൽക്കാപതനത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ കർഷണം കൊണ്ടുള്ള നേട്ടങ്ങളാണ്. ഇനി ഇങ്ങനെ കർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്. ഒന്ന് മിനുസപ്പെടുത്തൽ, രണ്ട് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക, പിന്നെ സ്നേഹകങ്ങൾ ഉപയോഗിക്കുക, നാലാമത്തെ ധാരാരഹിതമാക്കൽ. ഓക്കെ, ഇതാണ് കർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.